ഇതൊരു കുരുക്ക് തന്നെയാണ്. കുരുക്കെന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, വർഷങ്ങളായി പിണറായി വിജയൻ്റെ പേരിൽ ഇതുപോലെ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന ലാവ്ലിൻ കേസിൻ്റെ അവസ്ഥ നമുക്കറിയാം. ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇത് പ്രകാരം ഓരോരുത്തർക്ക് അവരുടെ ചില ലിമിറ്റ്സ് ഉണ്ട്. ആ ലിമിറ്റിൽ നിന്നുകൊണ്ട് വേണം അവർ പ്രവർത്തിക്കാൻ. ഈ മഴയത്തും വെയിലത്തുമെല്ലാം അവരോടൊപ്പം വിവിധ വ്യത്യസ്തമായ സമരമുറകൾ ജനങ്ങളുടെ ഒരു അട്രാക്ഷൻ കിട്ടുന്നതിന് വേണ്ടി, ഞങ്ങൾ ഈ സമരത്തിലാണെന്ന് ഗവൺമെൻറ്റിന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി പല സമരം. ഞാൻ പറയുന്നത് പഴയ ഒരു ബസ്സിൻ്റെ കാര്യമുണ്ട്. അതെ, നവകേരള യാത്രയുടെ ഒരു ബസ്സുണ്ട്. ആ ബസ് സ്റ്റാർട്ട് ചെയ്താൽ മതി. വെള്ളിയാഴ്ച അവിടുന്ന് തിരുവനന്തപുരം തുടങ്ങുന്നു, എല്ലാ മന്ത്രിമാരും കയറി അതിൽ കയറുന്നു, അതായത് ജില്ലകളിൽ അവരിറങ്ങുന്നു. ഏവർക്കും നിലപാടിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. NCPയുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ ശ്രീ N.A. മുഹമ്മദ് കുട്ടിയാണ് നമ്മോടൊപ്പം നിലപാടിലുള്ളത്. നമസ്കാരം സർ. നമസ്കാരം. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരായ അന്വേഷണം ഒന്നും കൂടി കേന്ദ്ര ഏജൻസികൾ കടുപ്പിച്ചിരിക്കുകയാണ്. ഈ കടുപ്പ് എത്ര നാൾ നീണ്ടുപോകും? അതിലിപ്പോൾ SFIയുടെ അതെ ഒരു കേസാണ് ആദ്യമായിട്ട് വന്നിട്ടുള്ളത്. അതിൻ്റെ റിപ്പോർട്ട് ഓൾറെഡി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ഉടനെ തന്നെ ED അതിൽ അന്വേഷിക്കാനായിട്ട് കോടതിയിൽ ആ റിപ്പോർട്ട് ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു കുരുക്ക് തന്നെയാണ്. കുരുക്കെന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, വർഷങ്ങളായി പിണറായി വിജയൻ്റെ പേരിൽ ഇതുപോലെ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന ലാവ്ലിൻ കേസിൻ്റെ അവസ്ഥ നമുക്കറിയാം. അപ്പോൾ ഇതും അതുപോലെ ഇപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുന്നു, അത് കഴിയുമ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നു, അത് കഴിയുമ്പോൾ വീണ്ടും അസംബ്ലി ഇലക്ഷൻ വരുന്നു. അപ്പോൾ അതുവരെ ഇതെല്ലാം കത്തി നിൽക്കും. ഓരോ സ്റ്റേജസ്സായി അതിലെ പ്രശ്നങ്ങളെടുത്ത് ഇതുകൊണ്ട് തമ്മിൽ ചർച്ചകൾ നടത്തി ജനങ്ങൾക്കിടയിൽ എല്ലാ വിഭാഗവും അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിൻ്റെതായിട്ട് ഇത് മാറും. അതിന് കൗണ്ടർ ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ്റും അവരുടെ നിലയ്ക്ക് പോകും എന്നല്ലാതെ ഇതിൽ യാതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. SFIയുടെ കേസിൽ എന്ന് പറയുമ്പോൾ അവസാനം കുറച്ച് ഫൈൻ അടിച്ചുകൊണ്ട് ആ കേസോടെ അവസാനിക്കുമെന്നല്ലാതെ അതിനും അപ്പീൽ പോവാം. അത് വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഇതിൻ്റെ പ്രോസസ്സാണ് എന്നല്ലാതെ യാതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇവിടെ മുമ്പും സമാനമായിട്ടേറെ കേസുകൾ സംസ്ഥാനത്തും BJP നേതാക്കൾക്കെതിരെ നമുക്കറിയാം. സുരേന്ദ്രനെതിരെ പല കേസുകൾ എടുത്തിട്ടുണ്ട്. BJPയുടെ മറ്റ് സമാനമായ പല നേതാക്കൾക്കെതിരെയും കേസുകൾ എടുത്തിട്ടുണ്ട്. ഇവിടെ എടുക്കുന്ന കേസുകൾക്കും ഒരു ഭാവിയില്ലാതെ വരുന്നു, അവിടെ എടുക്കുന്ന കേസുകൾക്കും ഭാവിയില്ലാതെ വരുന്നു. ഇതൊരു കൃത്യമായ പ്രതിപക്ഷമൊക്കെ ഉന്നയിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ബാന്ധവത്തിൻ്റെ പ്രകടമായൊരു ഭാവമാണ്. അല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഈ ബാന്ധവം ഉണ്ടല്ലോ, തമ്മിൽ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടല്ലോ. അല്ലെങ്കിൽ കൊടകര കുഴപ്പണ കേസ്, അതിൽ പൈസ സൂക്ഷിച്ച കൊടുത്തയച്ച തൃശ്ശൂർ ജില്ലയിലെ അതിന് എല്ലാം നേരിൽ കണ്ട് കാര്യങ്ങൾ ചെയ്ത അവിടുത്തെ ഒരു ഓഫീസ് സെക്രട്ടറി തന്നെ എല്ലാ വിവരങ്ങളും പുറത്ത് പബ്ലിക്കായിട്ടൊന്ന് പറഞ്ഞല്ലേ കൃത്യമായിട്ട്. ഈ തെളിവുകളെല്ലാം അവിടെ ഉണ്ടല്ലോ. മാത്രമല്ല ആ തെളിവുകളിലേക്ക് പോകുന്നില്ലല്ലോ. അതിൽ തന്നെ ഈ പിടിക്കപ്പെട്ട ആളുകൾ അന്ന് രാത്രി തന്നെ BJPയുടെ എല്ലാ മുതിർന്ന നേതാക്കന്മാരായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പക്ഷേ അതിനെപ്പറ്റിയൊന്നും അന്വേഷണത്തിൽ പോകുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ പൊളിറ്റിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കേസുകളെല്ലാം അന്ത്യം എന്ന് പറയുന്നത് തമ്മിൽ അഡ്ജസ്റ്റ്മെൻറ്റ്. കാരണം അപ്പോഴേക്കും അപ്പുറത്ത് പ്രതിപക്ഷത്തിന് വേറെ കേസ് വരും, ഭരണപക്ഷത്തിന് വേറെ കേസ് വരും, അല്ലെങ്കിൽ ഇപ്പുറത്ത് നിൽക്കുന്ന വേറെ NDA മുന്നിലുള്ള ആൾക്ക് കേസ് വരും. അപ്പോൾ ഇതെല്ലാം തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരിതിലേക്ക് പോകുന്ന ഒരവസ്ഥയാണ് നാം കാണുന്നത്. ഇന്ന് ജനാധിപത്യത്തിൽ വളരെ കൃത്യമായി ഇതിനെ ചോദ്യം ചെയ്യുന്നതിനും കൃത്യമായി കേസുകളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും പറ്റുന്ന ഭരണകർത്താക്കളിവിടെ വരണം. അത് എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയിലും ഉണ്ടാവണം. അത്തരം ഇങ്ങനെയുള്ളതിന് കൂട്ടു നിൽക്കുന്ന നേതാക്കന്മാരെ പിടിച്ച് പുറത്താക്കാൻ അണികൾ തയ്യാറാവണം. ആ തയ്യാറാവുന്ന കാലത്ത് മാത്രമേ ഇതിന് മാറ്റം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഈ അഡ്ജസ്റ്റ്മെൻറ്റ്സിനെ തുറന്നുകൊണ്ടേയിരിക്കും, ഒരു സംശയം വേണ്ട. ഇവിടെ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് BJP അല്ലാത്ത മറ്റ് ഗവൺമെൻറ്റുകളുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഗവർണറുടെ പല ഇടപെടലുകളും വിവാദങ്ങളായിട്ടുണ്ടല്ലോ. ഇപ്പോഴിതാ ഗവർണറുടെ അത്തരത്തിലുള്ള ഇടപെടലുകളുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഒരു നിരീക്ഷണം നടത്തിയിരിക്കുക. ഈ നിരീക്ഷണത്തെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? അല്ല, സുപ്രീം കോടതി പറഞ്ഞ വളരെ കാര്യമാണല്ലോ. ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇത് പ്രകാരം ഓരോരുത്തർക്ക് അവരുടെ ചില ലിമിറ്റ്സ് ഉണ്ട്. ആ ലിമിറ്റിൽ നിന്നുകൊണ്ട് വേണം അവർ പ്രവർത്തിക്കാൻ. അതിനപ്പുറം പോയി കൈകാര്യം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതൊരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല. വഴിയിൽ
സമരം ചെയ്യുന്ന ആളുകളെ കാണുമ്പോൾ ഒരു കരിങ്കൊടി കാട്ടിയെന്നുകൊണ്ട് വണ്ടി നിർത്തിയിട്ട് അവിടെ പോയി കസേരയിട്ടിരിക്കുന്ന ഗവർണർമാരെ പറ്റി നമുക്കൊന്നും പറയാനില്ല. അതുപോലെ തന്നെയാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ നടന്നിട്ടുള്ളതും അതുപോലെ തന്നെയാണ്. എത്രയോ ബില്ലുകൾ പിടിച്ചു വയ്ക്കുന്നു. അവിടെയൊക്കെ പ്രശ്നം എന്താണെങ്കിൽ ഇത് ഈ പൊളിറ്റിക്കലി ഇതിനെ ഓരോരുത്തർ സ്വയം ഈ ഗവർണർമാർ നിലനിൽക്കുന്നതിന് വേണ്ടി വിധേയത്വം കാണിക്കുകയാണ്. ഭരിക്കുന്ന പാർട്ടികൾക്ക് വിധേയത്വം കാണിച്ച് ഒരു ടേമും കൂടി നീട്ടി കിട്ടുന്നതിനോ അല്ലെങ്കിൽ അതുപോലെയുള്ള അവർക്ക് വീണ്ടും തുടരുന്നതിനാവശ്യമായ നിലപാടുകളാണ് അവരെടുക്കുന്നത്. അല്ലാതായ അതിലപ്പം നിയമവശോ ബാക്കിയൊന്നും നോക്കുന്നില്ല. അത് തെറ്റ്. കാരണം ഇതൊക്കെ പൊളിറ്റിക്കൽ അപ്പോയിൻമെൻറ്റാണ്. വരുന്നവരെല്ലാം മുൻകാലങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികളുടെ തലപ്പത്തിരുന്നവരും മന്ത്രിമാരെ നാളുകളൊക്കെയാണ് നമ്മുടെ നേരത്തുള്ള ഇവിടുത്തെ ഗവർണറൊക്കെ പറ്റി അരിമോഹനെ പറ്റിയെടുത്താൽ. അപ്പോൾ അവർക്കറിയാവുന്നല്ല നിയമത്തെ വളച്ചൊടിച്ചുകൊണ്ട് സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതാണ്. സുപ്രീം കോടതി വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു. അതാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ആശാപ്രവർത്തകരുടെ സമരം അങ്ങ് സംസ്ഥാന കമ്മിറ്റിയുടെ അങ്ങ് ഒരു തവണ പങ്കെടുത്തതിന് മുമ്പ് NCPയുടെ ജില്ലാ കമ്മിറ്റി ഒന്നിലേറെ തവണ ഐക്യദാർഢ്യം അറിയിച്ചു. വലിയൊരു സമരം, അവരുടെ ഒരു അതിജീവനത്തിൻ്റെ പോരാട്ടം എന്നൊക്കെ പറയാം, അവരത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത് അതിന് തൊട്ടടുത്ത് തന്നെ മറ്റൊരു മുദ്രാവാക്യം വെളി വരുന്നത് CPO റാങ്ക് ലിസ്റ്റ്. ഇപ്പം PSCയുടെ പലതരത്തിലുള്ള അഴിമതികൾക്കെതിരെ പല കാലഘട്ടങ്ങളിലും അങ്ങ് സജീവമായി പല ഇടപെടലുകൾ നടത്തിയ ഒരു ആളെന്ന നിലയിൽ കൂടി ഈ CPO റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട വനിതകളുടെ സമയത്ത് അങ്ങ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? പല റാങ്ക് ലിസ്റ്റുകളും CPO മാത്രമല്ല, ഇതിനു മുമ്പ് പലരും അവിടെ സമരം ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പ് അതെ, അവരെല്ലാം അവരുടെ റാങ്ക് ലിസ്റ്റ് അവസാനിക്കാൻ പോകുന്ന ഘട്ടത്തിലാണ് അവർ സമരത്തിന്. അതൊരു സമരത്തിന് വരുന്നില്ല. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഈ 19-ാം തീയതി മറ്റും അവസാനിക്കുകയാണ്. അപ്പോൾ അതിന് മുമ്പാണ് 2 ആഴ്ച മുമ്പ് അവർ സമരം തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അവർക്ക് വേറെ ഒരു ജീവിതത്തിൽ മറ്റു മാർഗങ്ങളില്ല സമരമല്ലാതെ. അതിന് അവരവിടെ ഈ മഴയത്തും വെയിലത്തുമെല്ലാം അവരവിടെ പോയി വിവിധ വ്യത്യസ്തമായ സമരമുറകൾ ജനങ്ങളുടെ ഒരു അട്രാക്ഷൻ കിട്ടുന്നതിന് വേണ്ടി, ഞങ്ങൾ ഈ സമരത്തിലാണെന്ന് ഗവൺമെൻറ്റിനെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി പല സമര മുറകൾ, ഉപ്പിട്ട് അതിന് മുന്നിൽ മുട്ടുകുത്തി നിൽക്കുന്നു, അല്ലെങ്കിൽ കയ്യിൽ മുട്ടഴിഞ്ഞ് നടക്കുന്നു, പലതും ചെയ്യാണ്. പക്ഷേ സർക്കാരിന് ഇതൊന്നും കണ്ട ഭാവം നടിക്കുന്നില്ല. അതാണിപ്പോൾ ആശാസമരത്തിൻ്റെ പ്രശ്നം. അതാണല്ലോ അവിടെ മറ്റു ചില കാരണങ്ങൾ കണ്ടുപിടിക്കുകയാണ്. അതായത് എൻ്റെ ചുമലിൽ നിന്ന് മറ്റൊരുത്തിലിടുക. ഏതാണ്ട് സാധാരണ ഞങ്ങളുടെ ഈ മലപ്പുറം പഴയ ഈ കൊച്ചി തിരുവിതാംകൂർ അതുപോലെ മലബാറിൻ്റെ ഒരു അതിർത്തി എന്ന് പറയുന്നത് ഭാരതപ്പുഴയാണ്. ആ ഭാരതപ്പുഴയുടെ അപ്പുറത്തെ സൈഡ് മലബാറാണ്, ഇപ്പുറത്ത് കൊച്ചി ഇവിടെ കീഴിലാണ്, അന്നത്തെ രാജഭരണത്തിൻ്റെ കീഴിൽ. അപ്പോൾ ഇന്ന് ഡിസ്ട്രിക്റ്റ് ഡിവൈഡ് ചെയ്തപ്പോഴും അപ്പുറം പാലക്കാടും ഇപ്പുറം തൃശ്ശൂർ ഡിസ്ട്രിക്റ്റാണ്. അപ്പോൾ സാധാരണയായി ഭാരതപ്പുഴ തീരത്ത് അവിടെ ഒരു ശ്മശാനമുണ്ട്. അവിടെ ശവശരീരങ്ങളൊക്കെ അവിടെ മറ ചെയ്യുന്നുണ്ട്. നല്ല മഴക്കാലത്ത് നല്ല വെള്ളം വരുമ്പോൾ ഇത് കുത്തി ഒലിച്ച് മണൽ പോയിക്കൊണ്ട് ഈ ഡെഡ് ബോഡി പുഴയിലൂടെ ഒഴുകി വരും. അപ്പോൾ ഏത് വളവിൽ ഏത് സൈഡിലേക്കാണെന്നുണ്ടെങ്കിൽ ഒരു സൈഡിൽ എവിടെയെങ്കിലും ചില മരങ്ങളുടെ സൈഡിലുണ്ടെങ്കിൽ അവിടെ ഒന്നടയും. അപ്പോൾ ആ സ്റ്റേഷനിലുള്ള ആളുകൾ എന്ത് ചോദിച്ചാൽ ഒരു വടി എടുത്തൊരു കുത്തു കൊടുക്കും. അപ്പോൾ പോകുന്നതിന് അപ്പുറത്ത് പാലക്കാട് ജില്ലയില്ല. അപ്പോൾ ഇവരുടെ ചുമതല ഒഴിഞ്ഞു. എൻ്റെ സൈഡിൽ നിന്ന് എനിക്ക് പണിയില്ലല്ലോ, മറ്റൊരു മാസ്റ്റർ തയ്യാറാക്കണം, പോസ്റ്റ്മോർട്ടം നടത്തണം, ഒട്ടനവധി ഡ്യൂട്ടികളുണ്ട്. ഒരു വഴിയെത്തുനിന്ന് കുത്തിക്കഴിഞ്ഞാൽ നേരെ പോകുന്ന അപ്പുറത്ത് സൈഡിലേക്കാണ്. പിറ്റത്തെ ഒഴുകിയാൽ ചിലപ്പം അങ്ങോട്ട് തിരിച്ചായിരിക്കും. പാലക്കാട് ജില്ലയിലെ പല അടുത്ത പോലീസ് സ്റ്റേഷൻ്റെ അതിർത്തിയിൽ പോവും. ഇവർ പണി കഴിഞ്ഞു. ഇതാണ് കേരള സർക്കാരും ചെയ്യുന്നത്. ഞങ്ങളുടേതല്ല, ഇത് കേന്ദ്ര സർക്കാരിൻ്റെയാണെന്ന് പറയണം. എന്നാൽ ഇവിടെയുള്ള ആളുകളുടെ അല്ലേ, ഈ ആളുകളുടെ പ്രശ്നം തീർക്കേണ്ടത് ഈ സർക്കാരിൻ്റെ ചുമതലയല്ലേ. ഇവർക്കിടെ വിട്ട് ചെയ്തുകൂടെ? അതിനെന്താ? ഫണ്ടില്ല. 42,000 കോടിയുടെ അടുത്താണ് അടുത്ത് കടമെടുക്കാനായിട്ട് അടുത്ത വർഷങ്ങളുള്ളത്. 1.5 ലക്ഷം കോടി ഉള്ളപ്പോഴാണ് അധികാരമേൽക്കുന്ന ഉമ്മൻചാണ്ടി സർക്കാർ മാറിയിട്ട് ഇപ്പോൾ 6 ലക്ഷം കോടിയിലേക്ക് എത്തിയിരിക്കുന്നു. ഈ 42,000 കോടി എടുക്കുന്നു. പിന്നെ ഇപ്പോഴുള്ള കടമെടുത്തതിൻ്റെ അടുത്ത പലിശയും കൂടി വരുമ്പോൾ അത് 7 ലക്ഷം കോടിയിലേക്ക് എത്തും. ഇതെല്ലാം ഈ നമ്മളെപ്പോലുള്ള സാധാരണക്കാരായ ജനങ്ങളുടെ മേലാണ് ഇതെല്ലാം അടിച്ചേൽപ്പിക്കുന്നത്. ഇപ്പോൾ എല്ലാ ടാക്സുകളും കൂടിയല്ലോ, ഇനിയും കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പടത്തിന് ഗവൺമെൻറ് ഒരു തോന്നുന്നു പഞ്ചായത്തുകളുടെ അല്ലെ മുനിസിപ്പാലിറ്റികളുടെ ഒക്കെ വരുമാനം കൂടിയതിൻ്റെ ഒരു കണക്ക് പോലും വന്നു. എങ്ങനെ കൂട്ടിയത്? ഈ ബിൽഡിംഗ് ടാക്സ് പോലുള്ള മറ്റുള്ള ലാൻഡ് ടാക്സ് പോലും 50% കൂടിക്കഴിഞ്ഞു. അപ്പോൾ ഇത്തരത്തിൽ ഇത് ജനങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കുകയാണ്. സർക്കാരിന് അല്ലാതെ വരുമാനം ഉണ്ടാക്കാനുള്ള യാതൊരു വഴിയില്ല. അതിനിപ്പോൾ അവസാനം ചെയ്യുന്നത് ഡ്രൈ ഡേ ഒഴിവാക്കി 3 സ്റ്റാറിൻ്റെ മീതുള്ള സ്ഥലങ്ങളിലൊക്കെ കള്ള് വിതരണം ചെയ്യാനുള്ളൊരു ഇത് കൊടുത്തു. അങ്ങനെ
അത്തരത്തിൽ മാക്സിമം ആളുകളെ കള്ളുകുടിയന്മാരാക്കി മാറ്റുന്നതിലേക്ക് എത്താണ്. കുടുംബങ്ങൾക്കടക്കം വന്നിരുന്ന് കഴിക്കാൻ പറ്റുന്നതിലേക്കാണ്. അതുകൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. സാധാ കള്ളുഷാപ്പിൽ കയറാൻ ബുദ്ധിമുട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വെച്ചാൽ ഇപ്പോൾ ആണുങ്ങൾ മാത്രമല്ലോ, ഇനി കുടുംബിനികളും അതിലേക്ക് ആരും ബാക്കിയുണ്ടെങ്കിൽ അവരോട് എത്തിക്കോട്ടെ എന്നുള്ളതിലേക്ക് എത്തി. ഇതാണ് നടക്കുന്നത്. അപ്പോൾ ഈ സമരങ്ങളൊക്കെ ഇത് ജനങ്ങളുടെ എതിർപ്പിനെ വിളിച്ചു വരുത്തും. സർക്കാർ അവസാനം എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഇത്തരം സമരങ്ങൾക്ക് തീരുമാനങ്ങളെടുത്ത് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുകയാണ് വേണ്ടത്. അതെ, ഇവിടെ താൽക്കാലിക നിയമനങ്ങൾ മത്സരിച്ച് രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്നതും നമ്മൾ ഒരേപോലെ നമ്മുടെ ഖജനാവിന് നഷ്ടമുണ്ടാക്കുന്നില്ലേ? അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സ്ഥിര നിയമനങ്ങൾ നടക്കാതിരിക്കുന്നതിന് വഴിയൊരുക്കുകയും ചെയ്യുന്നില്ലേ? അല്ല, അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ കഴിഞ്ഞ ദിവസം ആ സമരത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ പറയുകയുണ്ടായി. നമ്മൾ റോഡിൽ പോകുമ്പോൾ നമുക്ക് കാണാം എല്ലാ ഈ ജംഗ്ഷനുകളിലും വാർഡന്മാരെ നിർത്തിയിട്ടുണ്ട്. അവരെല്ലാം പോലീസിൽ നിന്ന് റിട്ടയർ ചെയ്തവരാം. ചിലർ SC ആയിട്ട് അല്ലാത്ത ഇതിലുള്ള CP ആയിട്ട് റിട്ടയർ ചെയ്ത ആളുകളാണ് അതിൽ നിൽക്കുന്നതൊക്കെ. അവർക്കെല്ലാം നല്ല പെൻഷനുണ്ട്. ഈ റിട്ടയർ ചെയ്തവർ എത്രമാത്രം ഈ ഒരു ദിവസം 700 രൂപ വെച്ച് അവർക്ക് കൊടുക്കുന്നുണ്ട്. എത്രമാത്രം ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടായിരിക്കും? അതേസമയം ഈ സമരം കിടക്കുന്ന ആളുകളെ നിയമിച്ചാൽ അതിനേക്കാൾ അഡീഷണൽ കുറച്ചല്ലേ വരുന്നുള്ളൂ. ക്രമസമാധാനം കൃത്യമായിട്ട് നടത്തിക്കൂടെ? മാത്രമല്ല, ഇപ്പോൾ ഈ പോലീസിൻ്റെ ഇപ്പോൾ മന്ത്രിമാർ അവർ യാത്രയിൽ കൊടുക്കുന്ന സപ്പോർട്ടും മറ്റുള്ള ഇതുണ്ടല്ലോ, അതിന് തന്നെ എത്രയോ പേരെ അതിലേക്ക് വിന്യസിക്കുന്നുണ്ട്. ഇതെല്ലാം ഒഴിവാക്കിക്കൂടെ? ഇത്രയധികം എസ്കോർട്ടിന് വേണ്ടി പോലീസുകാരെ നിയോഗിക്കേണ്ട ആവശ്യം തള്ളു. ഞാൻ പറയുന്നത് പഴയ ഒരു ബസ്സിൻ്റെ കാര്യമുണ്ട്. അതെ, നവകേരള യാത്രയുടെ ഒരു ബസ്സുണ്ട്. ആ ബസ് സ്റ്റാർട്ട് ചെയ്താൽ മതി. വെള്ളിയാഴ്ച അവിടുന്ന് തുരുന്തും തുടങ്ങുന്നു, എല്ലാ മന്ത്രിമാരും കയറി അതിൽ കയറുന്നു. അതായത് ജില്ലകളിൽ അവരിറങ്ങുന്നു. അവിടെ ജില്ലകളിൽ അവരുടെ വണ്ടികളുടെ എല്ലാം ഉപയോഗിച്ചാൽ പോരെ. അതേപോലെ തന്നെ തിരിച്ചും ഇതുപോലെ തന്നെ ഞായറാഴ്ച രാത്രി കഴിഞ്ഞാൽ തിങ്കളാഴ്ച തിരുവനന്തപുരത്തെത്താം. ഈ എസ്കോർട്ടും ബാക്കിയുള്ള പോലീസുകാരെ മുഴുവൻ ഇത്തരത്തിൽ വിന്യസിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെലവ് ചുരുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ചെലവ് ചുരുക്കാൻ കഴിഞ്ഞാൽ ഇത്രയധികം കടങ്ങൾ വരുമ്പോൾ ചെലവ് ചുരുക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? കേരളത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഇത് വളരെ പ്രശ്നങ്ങളിലേക്കാണ് പോകുന്നത്, സംശയം വേണ്ട. അപ്പോൾ ഇത് സ്വന്തമായിട്ടുള്ള ആളുകൾ എല്ലാ വകുപ്പുകളിലും വേണം. അതിനൊക്കെ പിൻവാതിൽ നിയമനങ്ങൾ നടത്തുന്നു, പൊതുമേഖലയിലും അത് നടത്തുന്നു. ഒരിക്കലും PSCക്ക് പൊതുമേഖല അപ്പോയിൻമെൻറ്റ്സ് എല്ലാം വിടണം മറ്റും പൂർണ്ണമായിട്ട് ഇതുവരെ നടത്തുന്നില്ലല്ലോ, ചെയ്യുന്നില്ല. കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്തെ പറ്റി നടത്തിയ ഒരു പരാമർശം വലിയ വിവാദമായിരിക്കുന്നു. അങ്ങ് മലപ്പുറത്തെ തന്നെ ഒരു പ്രധാനപ്പെട്ട മണ്ഡലത്തെ തുടർച്ചയായി ഒന്നിലേറെ തവണ മത്സരിച്ചൊരു ആൾ കൂടിയാണ്. മാത്രമല്ല മലപ്പുറം കേന്ദ്രീകരിച്ച് എത്രയോ കാലങ്ങളായി പൊതുപ്രവർത്തന രംഗത്ത് സജീവമായിട്ടുള്ള ഒരാൾ കൂടിയാണ്. എങ്ങനെയാണ് മലപ്പുറത്തെ അങ്ങനെ ഇപ്പം മലപ്പുറത്തെ സംബന്ധിച്ച് ആദ്യമായിട്ടുള്ളൊരു പരാമർശമൊന്നുമല്ല, ഒട്ടേറെ ആളുകൾ സമാനമായ അഭിപ്രായങ്ങൾ ഉന്നയിക്കും. എങ്ങനെ ഇത്തരം അഭിപ്രായങ്ങളെ അങ്ങ് നോക്കി കാണുന്നു? അല്ല, സോഷ്യൽ മീഡിയയിൽ തന്നെ അതിന് കൃത്യമായ മറുപടികൾ വന്നു. അദ്ദേഹത്തിൻ്റെ മകൻ UAE കുടുങ്ങിയപ്പോൾ യൂസുഫ് അലി സഹായിച്ചതിൻ്റെയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരികയാണ്. അപ്പോൾ ഇപ്പോൾ അദ്ദേഹം ഒന്നും മിണ്ടുന്നില്ല. അതിന് ശേഷം മലപ്പുറത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ പോയി താമസിച്ചുള്ളവർക്ക് കൃത്യം അറിയാം എന്താ മലപ്പുറം എന്നുള്ളത്. ഈ പറയുന്നതൊക്കെ തെറ്റാണ്. അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്താണെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പോൾ ഉള്ള ഒരു ഗ്രിപ്പ് എന്ന് പറയുന്നത് തെക്കൻ ജില്ലകളിൽ മാത്രമാണ്. ഇപ്പോൾ തൃശ്ശൂർ കഴിഞ്ഞാൽ അങ്ങോട്ട് ഈ പറയുന്ന SNDP കാര്യമായിട്ടുള്ള ആളുകളോ പ്രവർത്തനങ്ങളോ ഇല്ല, വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ BJP ഒന്ന് സന്തോഷിപ്പിക്കാനും സ്വന്തം തട്ടത്തിൽ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് കുറച്ച് ആളുകളെ കൂടെ കൂട്ടാനുള്ള ശ്രമം അദ്ദേഹം നടത്തുന്നു, അത്രേ ഉള്ളൂ. ഇപ്പുറത്ത് എന്നിട്ട് തിരിച്ചു വന്നിട്ട് പിണറായി വിജയനെക്കുറിച്ച് ഒന്ന് പുകച്ച് പറയുകയും ചെയ്യും. അതെന്താണെങ്കിൽ ഇപ്പോൾ ഓൾറെഡി പുതിയ സെൻട്രലിൽ പുതിയ മന്ത്രിസഭ വന്നു. അതെ, കേന്ദ്രത്തിൽ വന്നപ്പോൾ കാര്യമായ പോസ്റ്റിംഗ് ഒന്നും BDJSൻ്റെ ആളുകൾക്ക് കിട്ടിയിട്ടില്ല. ആ കൂടി ഏതൊരു നിയമനം മാത്രമാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് കോക്കൻ ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ ചെയർമാൻഷിപ്പ് മറ്റോ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. അതും ഇതുമാതിരി പ്രശ്നം ഉണ്ടാക്കി മാത്രമാണ് കൊടുത്തത് എന്നല്ലാതെ വേറൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ അത്തരത്തിലുള്ള നിയമങ്ങൾ കിട്ടുന്നതിന് ബാക്കിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം ഇതിലുള്ളത് സ്വന്തം താല്പര്യം നിലനിർത്താൻ അദ്ദേഹം പറയുന്നതല്ലാതെ അതിന് കാര്യം മുഖവിലക്ക് എടുക്കേണ്ട ആവശ്യമില്ല. ഇടയ്ക്ക് അങ്ങനെ പറയും, അദ്ദേഹം തിരിച്ചും പറയും എന്നല്ലാതെ അതിൽ മലപ്പുറത്തെക്കുറിച്ച് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം. അവിടുത്തെ ജനങ്ങളുടെ രീതിയും വളരെ അതായത് അത്രയും നല്ല ഒരു ഇതിൽ പെരുമാറുന്നത്. അവിടെ ഒരു മതസൗഹാർദ്ദത്തിൻ്റെ ഒരു നാടാണ്. ഇപ്പോൾ വയനാട് ഇത്രയും പ്രശ്നങ്ങളുണ്ടായപ്പോൾ നിലമ്പൂരിലാണ് മിക്കവാറും മൃതശരീരങ്ങളെല്ലാം വന്നിരുന്നത്. അവിടുത്തെ ആളുകളാണ് വയനാട്ടിലേക്ക് പോയി സഹായിച്ചൊക്കെ. എന്തിനേറെ 2018 ഫ്ലഡ് ഉണ്ടായപ്പോൾ ഏറ്റവും കൂടുതൽ ബാധിച്ച ഒരു പ്രദേശമാണ് ഈ ആലുവ, പറവൂർ, കളമശ്ശേരി ബെൽറ്റ്. ഏറ്റവും കൂടുതൽ ആളുകൾ മലപ്പുറം ജില്ലയിൽ നിന്നാണ് വന്നിട്ട് ഇവിടെ ഇത്തരത്തിലുള്ള സഹായങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത്. വളരെ വ്യക്തം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്.
വെള്ളാപ്പള്ളി നടേശനോ അല്ലെങ്കിൽ പി സി ജോർജോ പോലുള്ള ആളുകൾ പറയുന്നതിനെ അത് ആ നിലയ്ക്ക് തന്നെ എടുത്താൽ മതിയെന്ന് വളരെ വ്യക്തമായിട്ട് പലരും പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള ഞാനൊരു അഭിപ്രായം പറഞ്ഞതിൽ അർത്ഥമില്ല. ഇവിടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരിശോധിച്ച് കഴിഞ്ഞാൽ ഈഴവ സമുദായം അധികമായിട്ടുള്ള പ്രദേശങ്ങളിൽ ആലപ്പുഴ ലോക്സഭാ മണ്ഡലം എടുത്തു കഴിഞ്ഞാൽ അവിടെ ആരിഫിനോ കെ സി വേണുഗോപാൽ വിജയിച്ചെങ്കിൽ തന്നെയും ശോഭാ സുരേന്ദ്രൻ അവിടെ ഉണ്ടായ ഒരു വോട്ട് വർധനവുണ്ട്. നമുക്ക് തൃശ്ശൂർ മണ്ഡലം എടുത്താലും ആറ്റിങ്ങൽ എടുത്താലും തിരുവനന്തപുരം എടുത്താലും സമാനമായ ഒരു വോട്ട് ബാങ്ക് വളർച്ച ബി ജെ പിക്ക് അനുകൂലമായിട്ട് ഈഴവ വോട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി തിരഞ്ഞെടുത്ത ശേഷം എൻ ഡി എയുടെ ആദ്യ യോഗം നടക്കുന്നതും വെള്ളാപ്പള്ളിയുടെ വീടിനോട് സമീപമുള്ള ചേർത്തലയിലാണ്. തുഷാർ വെള്ളാപ്പള്ളിക്ക് ഈ യോഗത്തിൽ വലിയ പ്രാധാന്യവും നൽകുന്നുണ്ട്. ഇത് തുഷാർ പതിയെ കേന്ദ്രമന്ത്രിസഭയിലേക്ക് എത്തുന്നതിനുള്ള ഏതെങ്കിലും സാധ്യത, അല്ലെങ്കിൽ ഇപ്പം ക്രൈസ്തവരെ ഈ മുനമ്പ് വിഷയമായിട്ടൊക്കെ ബന്ധപ്പെട്ട് തെറ്റിദ്ധരിപ്പിച്ചാണെങ്കിൽ ഒപ്പം നിർത്താൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുണ്ട്. സമാനമായ ഒരു രീതിയിൽ ഹൈന്ദവ പിന്നോക്ക വിഭാഗങ്ങളെയും കൂടെ നിർത്തുവാൻ വേണ്ടിയുള്ള ശ്രമമാണോ ബി ജെ പി നടത്തുന്നത്? ബി ജെ പിക്ക് അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും സീറ്റിൽ നേടണമെങ്കിൽ ഒറ്റയ്ക്ക് നേടാൻ കഴിയില്ല. അപ്പോൾ അവിടെ കൂടെയുള്ളവരിൽ ഒന്ന് ഈ SNDP BDJS എന്നുള്ള ആളാണ് അതിൽ മുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നത്. അല്ലാതെ പുറത്ത് സപ്പോർട്ട് ചെയ്യുന്ന പലരും ഉണ്ടായിരിക്കാം. അപ്പോൾ അവരെ കൂടെ നിർത്തുന്നതിനും പിന്നെ ചില മാറ്റങ്ങൾ കൊണ്ടുവരുന്നു എന്ന് കാണിക്കുന്നതിനും വേണ്ടിയിട്ടാണല്ലോ ഓൾറെഡി രാജീവ് ചന്ദ്രനെ കൊടുത്തിട്ടുള്ളത് തന്നെ അതിന് വേണ്ടിയിട്ടാണ്. ഇവിടുത്തെ ഉൾപാർട്ടി പ്രശ്നങ്ങൾ തീർക്കുന്നതിനും ഇവർ തമ്മിലുള്ള അടി നിർത്തുന്നതിനും പുറമെന്നുള്ള ആളെന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തെ കൊണ്ടുവന്നു. അപ്പോൾ ആ മാറ്റം കൊണ്ടുവരണമെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനം ഇപ്പോഴേ തുടങ്ങും, അതിൻ്റെ ഭാഗമായി തുടങ്ങുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്നല്ലാതെ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്കൊന്നും നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റുന്ന അവസ്ഥയിലെത്തിയിട്ടില്ല. അവിടെ പ്രവർത്തനങ്ങളെ കാണേണ്ടതുണ്ട്. ഇപ്പം മുനമ്പം തന്നെ വിഷയം അതുപോലെ തന്നെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിനെ കുറച്ചുകൂടി അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഇപ്പം തന്നെ അന്ന് സപ്പോർട്ട് ചെയ്ത പല പിതാക്കളും മറിച്ച് പറഞ്ഞു തുടങ്ങി. കാരണം ഇതിന് മുൻകാല പ്രാബല്യമില്ല, മാത്രമല്ല ഇതിന് ഒരു സൊല്യൂഷൻ ആകുന്നില്ല, കോടതി വിധികളും ബാക്കിയുള്ളതും നിർബന്ധമായിട്ട് വന്നതിൽ മാത്രമേ അവർക്ക് കിട്ടാൻ പോകുള്ളൂ, അല്ലെങ്കിൽ ഗവൺമെൻറ് ഡിസിഷൻ എടുക്കണം. പക്ഷേ ഗവൺമെൻറ്റാണ് ഇതിൽ ഉചിതമായ ഒരു തീരുമാനമെടുത്തുകൊണ്ട് അവർക്ക് അവരുടെ പുനരുദ്ധരിപ്പിക്കേണ്ടത്. അത് ഗവൺമെൻറ് ചെയ്യാത്ത ഗവൺമെൻറ് എന്നുള്ള ഏറ്റവും വലിയ തെറ്റാണ്. മറ്റൊരു നിലയ്ക്ക് ബി ജെ പിയെ സഹായിക്കുന്നു, അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. അതിൽ ഞാൻ കാണുന്നതാണെങ്കിൽ ഈ ബി ജെ പിയെ സംബന്ധിച്ച് ബി ജെ പിക്ക് CPM-നോട് ഒരു സോഫ്റ്റ് കോൺട്രാ ഉണ്ട്. ഇതെല്ലാം പറഞ്ഞാലും കാരണം കോൺഗ്രസ്സിനെ നശിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ആവശ്യം. കോൺഗ്രസ് നശിച്ചാൽ ഒരു സംശയം വേണ്ട, അവരെല്ലാം ബി ജെ പിയിൽ ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഒരു ഭരണ തുടർച്ച കൂടി ഉണ്ടാക്കാൻ CPM-ന് കഴിഞ്ഞാൽ ഈ കോൺഗ്രസ്സിൽ നിന്ന് ഒട്ടനവധി ആളുകൾ ബി ജെ പിയിലെത്തുന്നവർക്കറിയാം. അപ്പം അതുകൊണ്ട് ആ നിലയ്ക്കുള്ളൊരു ഫൈറ്റാണ് ഇപ്പോൾ ബി ജെ പി നടത്തുന്നത്. ചില സോഫ്റ്റ് കോർണേഴ്സ് ഉണ്ട് ബി ജെ പി, CPM ഉണ്ട്. CPM അത് എൻജോയ് ചെയ്യുന്നുണ്ട്. CPM പുറത്ത് പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഇത്ര വോട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട്, BJP-യിൽ പോയിട്ടുണ്ട്, ഇതുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും വാസ്തവത്തിൽ അതിനുള്ളത് എല്ലാവരും നടത്തുന്നത്. കാരണം മുസ്ലിം കമ്മ്യൂണിറ്റി നല്ലൊരു വിഭാഗം ഇതൊന്ന് വിട്ടുമാറി കഴിഞ്ഞിരിക്കുന്നു CPM-ൻ്റെ നിന്ന്. അപ്പോൾ പിന്നെ നോക്കുന്നെന്താ, അവർക്ക് ഈ BJP-യിലേക്ക് ഇനിയുള്ള ഒഴുക്ക് നിർത്തണമെങ്കിൽ ഇത്തരത്തിൽ എന്തെങ്കിലും. അതുകൊണ്ടാണ് ഈ നിലയ്ക്കുള്ള ചില കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നത്. BJP-യെ സഹായിച്ചുകൊണ്ടും ഒപ്പം സ്വന്തം ആളെ കൂടെ നിർത്തുന്നതിനുള്ള തീരുമാനമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷെ അത് CPM-ന് അത് വളരെ ഭാവിയിൽ ദോഷം ചെയ്യുന്നൊരു പ്രവർത്തനമായിട്ട് മാറും, സംശയമില്ല. ഇവിടെ 2 ദിവസങ്ങൾക്കപ്പുറം വിഷു വരികയാണ്. നമ്മളൊക്കെ പല ഉത്സവകാലത്തും അതുമായിട്ട് ബന്ധപ്പെട്ട വിപണികളെ പറ്റി നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഓണം വിപണി, വിഷു വിപണി. ഇന്നിപ്പോൾ അത്തരത്തിലുള്ള വാക്കുകളൊക്കെ പ്രഹസനം എന്ന നിലയിലൊക്കെ കേൾക്കുന്നതിനപ്പുറത്തേക്ക് പൊതുവിപണിയെ നിയന്ത്രിക്കുന്നതിൽ, വിലക്കയറ്റം തടയുന്നതിലൊക്കെ നമ്മുടെ ഭരണകൂടങ്ങൾ പരാജയപ്പെട്ടിട്ടില്ലേ? അതിൽ പിണറായി സർക്കാരിൻ്റെ ആദ്യത്തെ ആ ഒരു 5 വർഷത്തിൽ അതിന് വളരെയധികം ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ പിൽക്കാലത്ത് എനിക്കൊന്ന് ഫ്ലഡിന് ശേഷം, കോവിഡ് വന്നതിന് ശേഷം, ഈ 2020 ശേഷം തീർച്ചയായും അതിന് കഴിഞ്ഞിട്ടില്ല. കാരണം സർക്കാർ അതിന് കഴിയുന്നില്ല. അതിന് സപ്പോർട്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഫണ്ട് വേണം, അതിന് കഴിയുന്നില്ല. അതുകൊണ്ടാണല്ലോ ഈ പല ഇത്തരത്തിലുള്ള വിപണികളിലെല്ലാം ഇടപെടാൻ കഴിയാതെ വിലക്കയറ്റം രൂക്ഷമായതും, അതുപോലെ തന്നെ സപ്ലൈകോയിലെല്ലാം ചെല്ലുമ്പോൾ എല്ലാ ഷെൽഫും കാലിയാണെന്ന് പറയുന്നതും അതുകൊണ്ടാണ്. വിപണിയിൽ ഇടപെട്ടാൽ മാത്രമേ ഈ പറയുന്ന വില കുറച്ച് കൊടുക്കാൻ കഴിയുള്ളൂ. അതിന് സർക്കാർ കഴിയുന്നില്ല. അപ്പോൾ ഇനി ഒരിക്കലും അങ്ങനത്തെ ഇപ്പോൾ റേഷൻ കടകളുടെ തന്നെ എണ്ണം കുറയ്ക്കാൻ പോവാണ്. തീർച്ചയായും കാർഡുകളുടെ ഇത് നിശ്ചയമായിട്ട് ലിമിറ്റ് ചെയ്യാൻ പോവാണ്.
അപ്പോൾ സർക്കാരിന് കഴിയില്ല. ഇപ്പോൾ ഞാൻ പറയുന്നത് കടക്കണിയിൽ പെട്ടിരിക്കുന്ന സർക്കാരിന് ഇനി അതിനെപ്പറ്റി ആലോചിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ അത്തരം ഇത് പ്രതീക്ഷിക്കും വേണ്ട ഇനിയുള്ള കാലഘട്ടത്തിൽ എന്നാണ് അതിനെപ്പറ്റി പറയാനുള്ളത്. സമകാലിക രാഷ്ട്രീയ വിഷയങ്ങളിൽ തൻ്റെ നിലപാടുകൾ കൃത്യവും വ്യക്തവുമായി നമ്മോട് പങ്കുവെക്കുകയായിരുന്നു NCPയുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ ശ്രീ NA മുഹമ്മദ് കുട്ടി. വീണ്ടും അടുത്തയാഴ്ച മറ്റു വിഷയങ്ങളുമായി വീണ്ടും കാണാം. അതുവരേക്കും നമസ്കാരം. നമസ്കാരം.